ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് ഷബ്ന സിയാദ് കൂടി ചേരുകയാണ്. ഷബ്ന, 62% പോളിംഗ് ആണ് ഇപ്പോൾ ചാലക്കുടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബൂത്തുകളിലുള്ള വോട്ടർമാരുടെ അവസ്ഥ എന്താണ്? നീണ്ട ക്യൂ എല്ലാ ബൂത്തുകളിലും കാണാനാകുന്നുണ്ടോ? സുഹൈല, രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ കണ്ടിരുന്ന, വലിയ രീതിയിൽ വോട്ടിംഗ് നടന്നിരുന്ന മണ്ഡലമാണ് ചാലക്കുടി. രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ വോട്ടർമാർ വലിയ ഒരു ക്യൂവും വലിയ ഒരു രീതിയിലുള്ള വോട്ടിംഗും ചാലക്കുടി മണ്ഡലത്തിൽ നടന്നിരുന്നു. ഉച്ചയോടുകൂടി തന്നെ 50%-ലേറെ വോട്ടുകൾ ഉച്ചയോടുകൂടി തന്നെ ചാലക്കുടി മണ്ഡലത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോഴും ഈ പലയിടങ്ങളിലും ബൂത്തുകളിൽ നീണ്ട ക്യൂ തന്നെയാണ് കാണുന്നത്. നേരത്തെ പല ബൂത്തുകളിലും ഇപ്പോഴും വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. രാവിലെ മുതൽ തന്നെ ചിലയിടങ്ങളിൽ ചില ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകളിൽ തകരാറുകൾ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് 6 മണിക്ക് ശേഷവും നീളാനുള്ള ഒരു സാധ്യത കാണുന്നു. ഇപ്പോൾ കളക്ടർ അറിയിപ്പ് പ്രകാരം ഈ വോട്ടിംഗിനുള്ള 6 മണി സമയത്ത് ക്യൂവിലുള്ളവരെ വോട്ട് ചെയ്യിപ്പിക്കും, എന്നാൽ കൂടുതൽ സമയം അനുവദിക്കില്ല എന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ ചാലക്കുടി മണ്ഡലത്തിലെ തൃശൂർ ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ ചാലക്കുടി മണ്ഡലത്തിൽ തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിലും എറണാകുളം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കുന്നത്തുനാട് മണ്ഡലം നേരത്തെ തന്നെ 2020 സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടൽ ഉൾപ്പെടെ വിവാദമായ ഒരു മണ്ഡലമായിരുന്നു. അവിടെയൊക്കെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്ന ഒരു വസ്തുതയുമുണ്ട്. ഇപ്പോൾ ഉച്ചയോട് കൂടി തന്നെ ഒരു 50%-ലേറെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഏകദേശം 65%-ഓളം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 76.8% വോട്ടായിരുന്നു ചാലക്കുടി മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഇനിയും മണിക്കൂറുകൾ ശേഷിക്കുന്നുണ്ട്. തന്നെയുമല്ല, ബൂത്തുകളിൽ വലിയ ക്യൂവും കാണുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം ഉയരാനുള്ള ഒരു സാധ്യതയാണ് ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് നമുക്ക് കാണാനാകുന്നത്. ഈ മണ്ഡലത്തിലെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ജില്ലകളിലായുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ്. തൃശൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ LDF ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതും എറണാകുളം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ UDF ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതുമായ മണ്ഡലമാണ്. 2 ജില്ലകളിലെയും നിയമസഭാ മണ്ഡലങ്ങളിൽ കനത്ത പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് കുന്നത്തുനാട് നിയോജക മണ്ഡലമാണ്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ വലിയ ശക്തമായ പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷബ്ന സിയാദാണ് ചാലക്കുടിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.